എൻ്റെ കയ്യിൽ ഒരു 10 ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന്റെ ഫോട്ടോസ് ഉണ്ട്. ഞാൻ ഇവരുടെ ഫോട്ടോസ് കാണിക്കുമ്പോൾ ഫസ്റ്റ് ആര്യൻ എന്താണ് മൈൻഡിലോട്ട് വരുന്നത്? അവരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, സ്നേഹമാണെങ്കിൽ സ്നേഹം, ദേഷ്യമായിട്ട് എന്തെങ്കിലും പറയാം, വിട്ടിട്ടുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു ഡയലോഗ് പറയാം. ഫസ്റ്റ് ഇംപ്രഷൻ. ഭയങ്കര സ്വീറ്റ് ഹാർട്ടാണ്, നല്ലൊരു ഇമോഷണലി എന്നെ മനസ്സിലാക്കിയ ഒരു മനുഷ്യനാണ്. ഈ വീട്ടിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്, നല്ല ഫൈറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഷീ സമ്മൺ ഹൂസ് എ ജെം ഓഫ് എ ഹ്യൂമൻ. അതെ. എന്തെങ്കിലും ദേഷ്യമുണ്ടോ അതിലേനോട്? അതെ, ലാസ്റ്റ് ഇറങ്ങുന്ന മുമ്പ് അവള് ഒരു വയറിന് സാധനം പറഞ്ഞു, നൂരടെ കണ്ടു എന്നൊക്കെ. അവൾക്ക് അറിയാൻ ഞാൻ ചെയ്തിട്ടില്ല, അതെല്ലാം കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ കാര്യങ്ങളൊക്കെ. അവളോടൊപ്പം റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ലല്ലോ, കൊടുത്തേക്ക്. അതിലെന്തൊക്കെ എന്താണ് അതിൽ കാണിച്ചിരിക്കുന്നത്? ഞാൻ നിന്റെ ബർത്തനീന്റെ നിന്റെ വെറുതെ നമ്മൾ കളയുന്ന നിന്റെ ഫിയാൻസയുടെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല, അതൊക്കെ വെറുതെ എല്ലാം നിങ്ങൾക്ക് തോന്നിയായിരിക്കും കേട്ടോ. വിത്ത് ലവ് ആര്യൻ, സ്പ്രെഡ് ലവ്. ഞാൻ എൻ്റെ ഫാമിലി മിസ് ചെയ്തു. അനുമോളാണ് എൻ്റെ പേര്. ക്യൂട്ടായിരുന്നു. ക്രൈ ബേബി ആയിരുന്നു അനുമോൾ. വീട്ടിൽ നല്ലോണം കുറേ കറണ്ടുണ്ട് വീട്ടിൽ. സോ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ പറയാനുണ്ടോ അനുമോളോട്? അനു, നമ്മൾ തമ്മിൽ കുറേ ഫൈറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിനെല്ലാം മറന്നിട്ടാണ് ഞങ്ങൾ ഈ കയറിൻ്റെ ടാസ്ക് വന്നാലും എല്ലാം നല്ല കോമഡി, ടോം ആൻഡ് ജെറിയും അതേ നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എല്ലാം ഫണ്ണായിട്ടുണ്ട്. പാവം പോട്ടോ. അടുത്തത് പാവം അക്ബർ, എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് വീട്ടിൽ. മാതിരി ഇമോഷണൽ ആക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് എന്നെ അങ്ങനെ ഈസിലി ഫ്രണ്ട് ആക്കാനൊന്നും പറ്റില്ല. പുള്ളി എന്നോട് വൺ ഓഫ് ദ മോസ്റ്റ് ക്ലോസസ്റ്റ് ഫ്രണ്ട് ഐ വിൽ കീപ്. അക്ബർ, നീ കപ്പ് ജയിച്ചു വേടാമത്തെ. ഐ ഹോപ്പ് യു ആൻഡ് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നിന്നെ ആൾക്കാരെ കുറേ ഇപ്പോഴും സൈഡാക്കും, കോർണർ ചെയ്യും ആ വീട്ടിൽ. നിന്നെ ഇങ്ങനെ ഏലിയൻ മാതിരി കാണും, പക്ഷെ നീ സപ്പോർട്ട് വെച്ചിട്ട് നീ ജയിച്ചിട്ട് വേണം. ഓൾ ദി ബെസ്റ്റ് അക്ബർ, ലവ് യു. രൺബീറിന്റെ സ്വന്തം ആലിയ ഭട്ട്. നമ്മുടെ ആലിയ ഭട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ആലിയ ഭട്ടിനെ പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. നൂറനെ ഭയങ്കര ഇഷ്ടമാണ്. ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ സോൾ. എപ്പോഴും ചിരിക്കുന്ന ഒരു കുട്ടിയാണ് വീട്ടിൽ. നമ്മൾ തമ്മിലും പിന്നെ ക്യൂട്ടി പൈ. എന്നെ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തത്, എവിക്ഷന് വേണ്ടി വോട്ട് ചെയ്തത് നൂറയാണ്. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ നൂറിനെ എനിക്ക് സത്യം പറയാൻ നല്ല കാര്യമുണ്ട്. അതൊക്കെ എല്ലാം ഗെയിമൊക്കെ മറന്നുപോയി. ഷീ ഈസ് എ വെരി ബ്യൂട്ടിഫുൾ സോൾ. രണ്ട് പേരുടെ ഞാൻ നല്ലോണം കണക്ട് ചെയ്യും ഫ്യൂച്ചറിലും. പറയാനുള്ളത്, ഞാൻ നിൻ്റെ വയറിൽ നോക്കിയിട്ടില്ല. നിങ്ങൾ എൻ്റെ കൂടെ ബാഡ് സ്പ്രെഡ് ചെയ്യാതെ. നിങ്ങൾ വെറുതെ എന്തെങ്കിലും പറയുമ്പോൾ ആൾക്കാരെ പുറത്ത് ഈ മീഡിയ ഒക്കെ ഭയങ്കര സീനാക്കുന്ന ആൾക്കാർ. എനിക്കൊന്നും കാണണ്ട. ഞാൻ നിങ്ങളുടെ സ്നേഹം മതി. എങ്കിൽ നോർമലി വാട്ട് യു ഗിവ് മീ അറ്റ് ഹോം ഐ ലവ് യു ഗൈസ്. കുണിഷ്ട ടീംസിനോട് ഇങ്ങനെ സംസാരിക്കണം, പോയി നിർത്ത്. ജസ്റ്റ് ഹാവ് എ ഗുഡ് പ്ലേ. ദാറ്റ്സ് ഇറ്റ്. ഇത് അനീഷേട്ടനാണോ? 3-4 പ്രാവശ്യം ചേട്ടാ, എൻ്റെ പൊന്നു അനീഷേട്ടാ, ഇനി 3-4 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കില്ല, നമുക്ക് മനസ്സിലാവും. എൻ്റെ പൊന്നു, ഞാൻ കഴിക്കുന്ന ഇതാണ്, നിങ്ങൾ വലിയ വലിയ ആൾക്കാരൊന്നും പറഞ്ഞ് നിർത്തിയപ്പോൾ. ഞാനിപ്പോൾ പുറത്തായില്ലേ, നിങ്ങളിപ്പോൾ അകത്തുണ്ടല്ലോ വീട്ടിൻ്റെ. ഞാൻ വലിയ റിച്ച് ആളുടെ മോനാ. ഞാൻ വലിയ ഈ പറഞ്ഞ പോലെ PR ഒക്കെ എടുത്തിട്ടുണ്ടാവും. കണ്ട എൻ്റെ PR കണ്ട, ഇതാണ് ഞാൻ PR. പുറത്തിരിക്കുന്നത് കണ്ടില്ലേ, സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആ കാർഡൊക്കെ നിർത്തി. പക്ഷേ പുള്ളിക്ക് ഹൃദയത്തോട് പുള്ളിക്ക് എന്നെ ഇഷ്ടമാണ്. പുള്ളിയുടെ ബ്രദറിനെയും പുള്ളിനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര കാര്യമാണ്. ഗെയിമിലൊക്കെ ഭയങ്കര പുള്ളി വെറൈറ്റി ആണെങ്കിലും പുള്ളി ആളടിപൊളിയാണ്. ഞാൻ വെച്ചോളാം. ഇത് പാവം, ഞാൻ കൊണ്ടുപോകാം. ഭയങ്കര എനിക്ക് വേണ്ടി ഒരു ഈ വീട്ടിൽ ഈ പറഞ്ഞ പോലെ ആ 85 ഡേയ്സ് എനിക്ക് തോന്നിയിട്ടില്ല. 85 ഡേയ്സ് ആയി കാരണം അത്രയ്ക്ക് എന്നോട് ഒരു ഈ പറഞ്ഞ പോലെ എത്ര കംഫർട്ടബിൾ എൻ്റെ കൂടെ ആയ ഒരാളാണ്. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. എൻ്റെ ബിഗ് ബോസ് മെമ്മറിയിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പാക്ട്ഫുൾ മെമ്മറീസ് നോട്ട് ഫോർഗെറ്റ്. സോ ദിസ് കാർഡ് ഐ വിൽ കീപ്. ബാക്കി നിങ്ങൾ എന്താണ് ചെയ്തോന്ന് മൈ പേഴ്സണൽ കാർഡ് എന്നൊക്കെ ഞാൻ പോകുമ്പോൾ എടുത്തോളാം. കൊടുക്കോ എന്തല്ലേ ഇത്? ഹല്ലേ, എന്തിനാടി നീ ഇങ്ങനെ ആസാനൊക്കെ പിടിച്ചിട്ട്? എൻ്റെ ദൈവം, ആ വീട്ടിൽ നിന്ന് മറ്റേ ആടിന്റെ സൗണ്ടും പിന്നെ ഹല്ലേ, അതൊക്കെ ഞാൻ ഹല്ലേക്ക് നല്ല മോഡുലേഷൻ ഉണ്ട് അവന്. നല്ല ഡിഫറെന്റ് ലാംഗ്വേജ് സംസാരിക്കുകയും ചെയ്യും. പിന്നെ ഹല്ലേനോട് പറയാൻ എനിക്കുള്ളത്, ഹല്ലേ നീ നല്ല ഗെയിമറാണ്, നീ ഒരു ചതിയനാണ്, നീ ഇങ്ങനെ ആൾക്കാരെ ബാക്കിൽ നിന്ന് കുത്തുന്ന പരിപാടിയൊക്കെ ഉണ്ട്, പക്ഷെ നീ അത് പറഞ്ഞാ ചെയ്യണത്. അപ്പോൾ അത് ഞാൻ റെസ്പെക്ട് ചെയ്യാം. നീയും കൂടി ജയിച്ചിട്ട് വാ ഷോ നല്ലോണം ചെയ്യും നെവിൻ. ലോട്ട്സ് ഓഫ് ലവ് മാൻ. അടിപൊളി. നീ യു ഹാവ് മെയ്ഡ് മൈ ബിഗ് ബോസ് ജേർണി ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, ഫണ്ണായിരുന്നു. പിന്നെ അത്രേ ഉള്ളൂ. നീ പോകേണ്ടതാ, ഞാനല്ല. തേണ്ടി
നീ കാണിച്ച എല്ലാ പ്രവർത്തികളും നീ ഫുഡ് അടിച്ച് മാറ്റുന്ന കുറ്റം എനിക്ക്, നീ അവരുടെ അനുമോളിന്റെ ബെഡിൽ വെള്ളം ഇടുന്ന കുറ്റം എനിക്ക്, വന്ന എല്ലാം കുറ്റം കാരണം പ്രേക്ഷകർ നെഗടിച്ച് എന്നെ പുറത്താക്കി. അങ്ങനെ അവിടെ ജയിക്കേണ്ട ആളായിരുന്നു. ഷോ ക്യാപ്റ്റൻ ആക്കി 3 മത്സരാർത്ഥികൾ ഈ പ്രാവശ്യം ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിൽ ഫസ്റ്റ് ടൈം ക്യാപ്റ്റൻ ആയിരിക്കുന്നു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി എന്റെ പൊന്നാര്യ പണി വാളി. ക്യാപ്റ്റനായ ആൾക്കാർക്ക് അക്ബറും നവീനും വീട്ടിലെ അമ്മാതിരി അഗേൻസ്റ്റ് നിൽക്കുന്ന സമയത്താ. പെണ്ണുങ്ങളൊക്കെ എടുത്ത് കണ്ടുകൂടാ അക്ബറിനെ. അതാ ഈ വീട്ടിൽ അതാ പ്രശ്നം പറ്റിയത്. ഇപ്പൊ എന്നെ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ആ സമയത്ത്. അതാ പ്രശ്നം പറ്റിയത്. ഷാനവാസ്, ഞാൻ മീശ പിടിച്ച സൽമാൻ ഖാൻ, പണ്ടേ ഞാൻ ഒരു വീരണ. ഓ ആ ബാസൊക്കെ വരുമ്പോ എല്ലാരും പേടിച്ചു പോകും. ഷാനവാസൊക്കെ സൗണ്ടും ഒരു ബാസൊക്കെ വരുമ്പോ. പക്ഷെ വായന മണ്ടത്തരം കേൾക്കുമ്പോഴാണ് പറ്റങ്ങൾ. എൻ്റെ പേഴ്സണാലിറ്റി മാച്ച് ആവണല്ലോ ഷാനവാസ്ക. നിങ്ങൾ സംസാരിക്കുന്നത് എന്തൊക്കെയോ പറയണത്, പക്ഷെ നിങ്ങൾ ബാസൊക്കെ ഭയങ്കര ഇതുപോലെ അങ്ങനെ തോന്നുന്നില്ല. നമുക്ക് ഷോനവാസ് തന്നെ ആയിരുന്നു നല്ലത്. ഷോക്ക് നിർത്തിയാൽ നിങ്ങൾ ആലടിപൊളിയാ. ഒരു ഉമ്മ നിൽക്കാൻ പാവം. രുദ്ര, ഐ ലവ് യു രുദ്ര. ഗുഡ് ലക്ക് ഫോർ ദ നെക്സ്റ്റ് 1 week ഇൻ ദ ഹൗസ്. അയ്യോ കൊളാക്കി. എന്താണ് ഷാനവാസ്ക ഈ ഓവർ തിങ്കിങ് ഒക്കെ മാറ്റി നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്നെ ട്രസ്റ്റ് ചെയ്യാൻ പഠിച്ചുകൂടെ ഷാനവാസ്ക? നിങ്ങളൊരു ജെം ഓഫ് ഹ്യൂമൻ ആണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കൂടി ട്രസ്റ്റ് ചെയ്തുകൂടെ നിങ്ങൾക്ക്? പറഞ്ഞില്ലേ ആ മറ്റേ ക്രൗഡിൽ വന്ന് ചേച്ചി ആര്യം നല്ല അടിപൊളിയായിട്ട് കളിച്ച് വന്നാണ്, ഷാനവാസ് കൊളാക്കി. സത്യം പറഞ്ഞാണ് കൊളാക്കി നിങ്ങൾ. പക്ഷേ ഡോണ്ട് വറി, ഓൾ ദി ബെസ്റ്റ്. ഐ റിയലി ഹോപ്പ് യു വിൻ ദ കപ്പ്. ആ മസ്താനി ഒരു അടിപൊളി സോളാണ്. ഷീ ഈസ് വെരി ചിയർഫുൾ. ഗെയിമിൽ കാര്യങ്ങളൊക്കെ നടന്നു. ബട്ട് എനിക്ക് മസ്താനി പറയാനുള്ളത്, മസ്താനി നിനക്ക് നല്ല ഫ്യൂച്ചർ അഹെഡ് ഉണ്ട്. ആൻഡ് ഞാൻ ഡാൻസ് ചെയ്ത് കാരണം കുറച്ച് ബാഡൊക്കെ അടിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ. സോ ഐ എം എക്സ്ട്രീംലി സോറി. ഞാൻ അത് ചെയ്തത് നിന്നെ എങ്ങനെ ബാഡ് കാണിക്കാനോ അല്ലെങ്കിൽ നിന്നെ എങ്ങനെ ചെയ്യാൻ വേണ്ടിയല്ല. നീ അപ്പാണിയോട് കാണിച്ചൊരു സാധനത്തിന് തിരിച്ച് റിവെഞ്ച് ഇങ്ങനെ ഫൺ രീതിക്ക്, എൻ്റെ മെൻറ്റാലിറ്റി ഭയങ്കര ഫൺ രീതിക്ക് പോയ സാധനം നീ പുറത്തെത്തിയപ്പോൾ നിന്നെ ആൾക്കാരെ ട്രോൾ ചെയ്തു. ആൻഡ് ഐ എം എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. ആൻഡ് ഐ എം ഫീലിംഗ് ബാഡ് എല്ലാം ട്രോൾ കണ്ടിട്ട്. ഐ ഹോപ്പ് എല്ലാം നിനക്കത് ഓക്കെ ആയി കറക്റ്റായി വരും എന്ന് തന്നെ ആൾക്കാർ പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. സോ വിത്ത് റിഗാർഡ്സ്, വിത്ത് ലവ് മസ്താനി, നീ ഒരു അടിപൊളി മനുഷ്യനാണ്. സോ ഐ റിയലി ഹോപ്പ് പീപ്പിൾ സ്റ്റാർട്ട് ലുക്കിംഗ് അറ്റ് യു ദി സെയിം വേ അഗൈൻ. ലാസ്റ്റ് വൺ ആരായിരിക്കും ഇത്? ഇത് മനസ്സിലാവും. ഇത് സാധനത്തിന് ഞാൻ ഈ ക്രിഞ്ച് സാധനത്തിനൊക്കെ എടുത്ത് മാറ്റിവിടുന്നത് ഇമാതിരി ക്രിഞ്ചടിച്ച്. എൻ്റെ ഈ വീട്ടിൽ ആകെ ഉണ്ടായ പ്രശ്നം ബിഗ് ബോസിനോട്. ബിഗ് ബോസ് തുണികൾ തരുന്നില്ല, ബിഗ് ബോസ് ഷൂസ് തന്നില്ല, ചപ്പൽ തന്നില്ല. ഈ സാധനത്തിനൊക്കെ എങ്ങനെ വിട്ടുപോത്ത്? ഇതിങ്ങനെ വന്നാ ഫസ്റ്റ് ഡേ ആകുമ്പോൾ ആ ബെഡിൽ എപ്പോൾ ഞാൻ കിടന്ന് ഇങ്ങനെ ഉറങ്ങി എണീച്ചാലും ഞാൻ കണ്ണ് തുറന്ന ആ പ്ലാച്ചി ഇങ്ങനെ എന്റെ ബെഡിന്റെ ഫ്രണ്ടിൽ അനുകൊണ്ട് ബെഡ് ഞാൻ കിടന്നിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോ ആ ഭൂതമായിട്ടിരിക്കുക പ്ലാച്ചി. അനുമോളുടെ പാവ കീരി കള. ഇതൊക്കെ എവിടെയാണിത്? നോക്കെന്ത് ഇന്നസെന്റ് ആണ് ഈ പ്ലാച്ചി. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് 3 വർഷം ഞാൻ അങ്ങനെ ബോക്സ് ഒക്കെ അടിച്ചിട്ടുണ്ട് പ്ലാച്ചിനെ. മാതിരി ക്രിഞ്ചാണ് ഈ വീട്ടില്. ഇതൊക്കെ സമ്മതിക്കണ്ടായിരുന്നു ബിഗ് ബോസ്. എന്ത് ഞാൻ പ്ലാൻഡ് ആയിരുന്നു പോകുന്ന വഴിക്ക് എടുത്തിട്ട് ഓടിയാലോ. പക്ഷെ അനുമോള് എനിക്ക് വേണം ആക്ച്വലി കുറച്ച് ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ ബേൺ ചെയ്യാനുണ്ട് വീട്ടില്. അതിന്റെ ഇടയിൽ ഗ്യാസിലൊക്കെ ഇട്ടേ പ്ലാച്ചിന്. ക്രിഞ്ച് സാധനം ഇതൊക്കെ എന്താണിത്? ക്രിഞ്ച് പ്ലാച്ചിന് വെച്ചിട്ട് 100 ദിവസം അവിടെ കണ്ടന്റ് ഉണ്ടാക്കി. ബോറാട്ടോ പ്ലാച്ചി. അനുമോൾ ഓക്കെ, അനുമോൾ അടിപൊളി മനുഷ്യനാണ്. പക്ഷെ പ്ലാച്ചി ബോറാണ്. പ്ലാച്ചി വേണ്ടായിരുന്നു അവളുടെ കണ്ടന്റ്. അവൾ തന്നെ നല്ലോണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിൽ.